എല്ലാരും കൂടെ ഒന്ന് ചേർന്ന് നിന്നേ. ഞാൻ അങ്ങോട്ട് പോകുമ്പോ അതിനിടയ്ക്ക് വള്ളം മുങ്ങി ചാവോ? നല്ല കാര്യത്തിന് ഒരു ഫോട്ടോ എടുത്തിട്ട് 28 വയസ്സിൽ തുഴ പിടിക്കാൻ നോക്കിയത് കേട്ടോ. തുഴയാൻ പഠിച്ചിട്ടുള്ള എല്ലാരും നിക്കൊന്ന് എല്ലാരും ചേർന്നാ കുടിച്ച് മതോന്മത്തനായി നിൽക്കുന്നോട് ചാടലും പിന്നെ ഒരിക്കലും ഉയർന്നു വരത്തില്ല. നീന്തറിയാൻ പോലും രക്ഷപ്പെട്ടിട്ടില്ല. അവൻ പോട്ടെ ഒരു മിനിറ്റ്. എന്നാ അവിടുന്ന് പപ്പ വിളിക്കണത്? പെണ്ണിന്റെ അപ്പൻ പപ്പ. പെണ്ണിന്റെ ഹലോ പപ്പ, ചീത്ത പറയായിരുന്നു. ഞങ്ങൾ കയറി ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അങ്ങോട്ട് എത്താൻ പറ്റിയില്ല. ഇല്ല, ഇപ്പൊ ഒരു മുഹൂർത്തം കഴിഞ്ഞാ കെട്ടു നടന്നാ അമ്മാവന്റെ മോനെ കൊണ്ട് കെട്ടിച്ച. അപ്പൊ ഞാനാ കെട്ട് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ പെണ്ണിന്റെ അച്ഛൻ കാണിച്ചക്കാരനാണ്. കൃത്യസമയത്ത് അമ്മാവന്റെ മോനെ കൊണ്ട് ആ പെണ്ണിനെ കെട്ടിച്ച്. വല്ല കാര്യം ഉണ്ടായിരുന്നു നിനക്ക്? എടാ നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് എന്റെ മകളെ കല്യാണം കഴിക്കാൻ. നീ കേട്ടാ? അത് ശരിയാവൂല അമ്മ. എന്താ ശരിയായാലും? ഒന്നാമത്തെ അവളുടെ ഒരു കല്യാണം കഴിച്ചതാണ്. അത് മാത്രമല്ല 2 പിള്ളേരുണ്ട്. അങ്ങനെ ഉള്ളൊരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കണേനുണ്ട്. അത് ശരിയാവൂല. ശരിയാവൂല. നിനക്ക് എന്തൊക്കെ ലാഭമാണെന്ന് അറിയാം. എന്ത് ലാഭം? ഇവിടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ കൊച്ചുണ്ടായി കഴിഞ്ഞാൽ ഈ ഗർഭിണിയാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽ തുടങ്ങുള്ളൂ. മാങ്ങ വേണം, മസാല ദോശ വേണം, അത് വേണം, ഇതൊരു പിന്നെ വലിയൊരു പെണ്ണ് നമ്മുടെ മുന്നിൽ കൊഞ്ചും കുഴയും പല പല കാര്യങ്ങളുണ്ട്. ഇനിയും നമുക്കൊരു കൊച്ചുണ്ടായെന്നിരിക്കട്ടെ, അതിന് അംഗനവാടിയിൽ വിടണ്ടേ, സ്കൂളിൽ വിടണ്ടേ, ഒരുപാട് പൈസയുടെ ചെലവ് നിനക്കുണ്ടാവും. ഇതാവുമ്പോ നിനക്ക് എന്താ കുഴപ്പം? എടാ മോനെ, അത് തന്നെയല്ലടാ. നിനക്കിപ്പം 48 വയസ്സായില്ലയോ? ഇനി നിന്റെ കല്യാണം നടക്കെങ്കിൽ 58 വയസ്സാവണം. അന്ന് നീ കെട്ടിട്ട് എന്ത് കാര്യോടാ? എടാ നിനക്ക് എല്ലാം കൊണ്ടത് ലാഭം. 2 പിള്ളേരല്ലേ ഇവക്ക് ഉള്ളത്. സാധാരണ ഒന്നെടുത്താൽ 1 ഫ്രീ. ഇപ്പൊ ഒന്നെടുത്താൽ 2 ഫ്രീ. ഞാനിവിടെ കെട്ടല്ലേ? ഇനി അവളെ കെട്ടണം. ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞോണ്ടിരുന്നേ. സന്തോഷായില്ലേ? ഇപ്പോഴായിരിക്കും ഒരു ആശ്വാസമായി.